ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് ടാറ്റയുടെ പുതിയ പഞ്ച് ഫേസ് ലിഫ്റ്റിനെ പറ്റി. എപ്പോഴാണ് ഈ വണ്ടി വരുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരാൻ പോകുന്നതെന്നൊക്കെ. എന്തായാലും ഇതിന് സ്പൈ ഷോട്ട്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. തകൃതിയായിട്ട് തന്നെ ഇതിന് ടെസ്റ്റിങ്ങും ടാറ്റ നടത്തുന്നുണ്ട്. ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നടത്തുന്ന ടെസ്റ്റിങ്ങിലുള്ള വണ്ടിയിൽ നമുക്കൊരുപാട് പുതിയ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് സ്പൈ ഷോട്ട്സിൽ നമുക്കിതിൻ്റെ എക്സ്റ്റീരിയറും അതുപോലെ ഇൻറ്റീരിയറും ഒക്കെ ചെറുതായിട്ട് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്നോടെ നോക്കാം. ഇതിൻ്റെ റിയർ പ്രൊഫൈലിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ സെയിം ഇപ്പോൾ ഉള്ള വണ്ടിയുടെ ലുക്ക് തന്നെയാണുള്ളത്. അതിപ്പോൾ 5EVയിൽ ഒരു പ്രത്യേകിച്ച് ബാക്കിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ലായിരുന്നു. ചിലപ്പോൾ കണക്റ്റഡ് ടൈൽ ലാംപ്സ് വരുമായിരിക്കും, കാരണം അവിടെ ചെറിയൊരു കട്ടൗട്ട് പോലെ കാണുന്നില്ലേ. അല്ലെങ്കിൽ ആക്സസറീസ് എല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും. ഇപ്പോൾ പിന്നെ പൊതുവെ എല്ലാ വണ്ടിക്കും കണക്റ്റഡ് ടൈൽ ലൈറ്റ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ ഇനി ഇത് മാത്രമായിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ കൊടുക്കാൻ സാധ്യതയുണ്ട്. അൾട്രോസ് ഫേസ് ലിഫ്റ്റിലൊക്കെ നമുക്ക് ബാക്കിൽ കണക്റ്റഡ് ടൈൽ ലാംപ്സ് കിട്ടിയായിരുന്നു. അതൊന്നും അല്ലാതെ ബാക്കിൽ വേറെ പ്രത്യേകിച്ചൊരു വ്യത്യാസം പ്രപ്പോർഷൻസ് വൈസ് അല്ലെങ്കിൽ ഡിസൈൻ്റെ ഒരു ഇത് വെച്ച് കാണാൻ പറ്റുന്നില്ല. വൈപ്പറും സംഭവങ്ങളും സ്പോയിലറൊക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ തന്നെ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യവും. ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ സൈഡിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും അവർ വരുത്തിയിട്ടില്ല. നമുക്ക് ഡോർ ഹാൻഡിലെ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഡോറിൻ്റെ ഹാൻഡിലും അവർ സി പില്ലറിൽ തന്നെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിലും യാതൊരു വ്യത്യാസമില്ല. OR വീംസിൻ്റെ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. ഹാരിയറിൻ്റെ പോലത്തെ വലിയ OR വീംസ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്കൊരു പ്രശ്നം വരുന്നത് അലോയ്സിൻ്റെ ഡിസൈൻ. അതിപ്പോൾ അവർ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്താണ് ഡിസൈൻ എന്ന് കാണുന്നില്ല. പക്ഷേ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇത്രയും കാലം ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയിൽ അതും ഇല്ലായിരുന്നു. അതും സെയിം പഴയ വണ്ടിയുടെ തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. സോ എന്തായാലും സൈഡ് പ്രൊഫൈൽ അലോയ്സിൻ്റെ ഡിസൈനിൽ ഒരു നല്ല ചേഞ്ചാണ്. ഇതിലൊക്കെ EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ബിഗർ ഹാരിയറിൻ്റെ OR വീംസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ അത് വരുന്നില്ല. ഇനി ഈ സ്പെസിഫിക് സെറ്റ് ഓഫ് സ്പൈ ഷോട്ട്സിൽ എൻ്റെ ഫ്രണ്ട് ഇമേജസിൻ്റെ സംഭവങ്ങൾ അവൈലബിൾ അല്ല. പക്ഷെ എന്തായാലും അതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് പഞ്ചിൻ്റെ തന്നെ ചെറിയ റീഡിസൈൻസ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. നിങ്ങളിപ്പം 5EV ബേസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് പ്രൊഫൈൽ ഈ വണ്ടിക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നടക്കില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ സ്പൈ ഷോട്ട്സിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് ഇലക്ട്രിക് പഞ്ചും അതുപോലെ നോർമൽ IC പഞ്ചും തമ്മിൽ ഒരു ഡിഫറൻസിയേഷൻ ഡിസൈൻ്റെ കാര്യത്തിൽ വെക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ എന്തായാലും ഇൻറ്റീരിയർ അങ്ങനെയല്ല, നമുക്ക് അവിടെ കുറച്ച് ഡിഫറൻസിയേഷൻ ഉണ്ട്. പക്ഷേ എഗെയിൻ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് മെയിൻ ഹൈലൈറ്റ്. ഒരു ഫ്രീ സ്റ്റാൻഡിങ് യൂണിറ്റ് ആണ്. പക്ഷേ അതവർ ഈ അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം പഞ്ചിൻ്റെ അകത്ത് ഈ ഒരു സംഭവം കിട്ടുന്നുണ്ട് ഫേസ് ലിഫ്റ്റൊക്കെ വരുന്നതിന് മുന്നേ. അതായത് ഇപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടും. പിന്നെ അതല്ലാതെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിൽ നിന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും വ്യത്യാസം വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പഞ്ചിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടാറ്റയുടെ പഴയ UI ഒക്കെ വെച്ചിരുന്ന ക്ലസ്റ്ററാണ്. പക്ഷേ പുതിയ ഫേസ് ലിഫ്റ്റിൽ നമുക്ക് ഒരു ഇത്തിരിയും കൂടെ ബെറ്റർ ഡിസൈൻ ആയിട്ടുള്ള ഇപ്പോൾ അൾട്രോസിൻ്റെ ടോപ്പിൽ നിന്ന് തൊട്ട് താഴത്ത് വരുന്ന വേരിയൻറ്റിലൊക്കെ നമുക്ക് ഒരു 7 ഇഞ്ചസിൻ്റെ ക്ലസ്റ്ററാണ് കിട്ടുന്നത്. അതായത് റൈസർ മോഡൽ വന്ന പോലത്തെ ക്ലസ്റ്റർ അതായിരിക്കും ഇതിനകത്ത് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ 10.25 ഇഞ്ചസിൻ്റെ 5EVയിലുള്ള ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇതിനകത്ത് കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇതൊക്കെ ഇവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു, പക്ഷെ ഇവർ ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ചെറിയ നെഗറ്റീവ് സൈഡിലുള്ളത്. പിന്നെ നമുക്ക് എന്തായാലും ഓട്ടോ AC അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ കൺട്രോൾ പാനൽ വ്യത്യാസം ഉണ്ടാവും. സ്റ്റിയറിംഗ് വീല് ടാറ്റയുടെ പുതിയ 2 സ്പോക്ക് യൂണിറ്റ് ആണ് വരുന്നത്. അത് പഞ്ചിൽ ഇതുവരെ അപ്ഡേറ്റ് ആയില്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഇലുമിനേറ്റഡ് ലോഗോ, പിന്നെ സോഫ്റ്റ് ടച്ച് ബട്ടൺസ് അതൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടാറ്റയുടെ എല്ലാ വാഹനങ്ങളുള്ള സാധനം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. അതുപോലെ സൺറൂഫ് ഇതിനകത്ത് അവരിടയ്ക്ക് CNG മോഡൽ ഇറക്കിയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഇതിനകത്ത് ഉണ്ടാവും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സോ ബേസിക്കലി ഇത്രയൊക്കെ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ വയർലെസ് ഫോൺ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെന്റിലേറ്റഡ് സീറ്റ് അവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ അത് അൾട്രോസ് ഫേസ് ലിഫ്റ്റിൽ കൊടുക്കാത്തതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്ത് അവർ കൊടുക്കില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ നിലവിൽ പഞ്ച് ഫേസ് ലിഫ്റ്റിനെ പറ്റി പറയാൻ പറ്റുന്നത്. അതാണ് സംഭവം. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും അങ്ങനെ ഇതിൻ്റെ അകത്ത് വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ചിലവർക്ക് അതൊരു പോസിറ്റീവായിട്ട് തോന്നുമായിരിക്കും, കാരണം പഞ്ചിൻ്റെ ആ ഒരു ഇത്തിരി റഗഡായിട്ടുള്ള ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഡിസൈൻ ഇപ്പോൾ ടിപ്പിക്കൽ എല്ലാ ടാറ്റ വാഹനങ്ങളും വരുന്ന പോലത്തെ ഡിസൈനാണ്. അതായത് ഹാരിയർ EV എടുത്താലും ഓർ ഈവൻ നമ്മുടെ നെക്സോൺ ഓർ കെർവ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഏകദേശം കണക്റ്റഡ് DRLസും സംഭവങ്ങളൊക്കെ വരുമ്പോഴേക്കും ഫ്രണ്ട് ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലറായിട്ട് തോന്നും. പക്ഷേ പഞ്ചിന് എന്തായാലും നോർമൽ IC മോഡലിൽ അങ്ങനെയല്ല, EVയിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഡിസൈൻ വരുന്നത്. ഇതിനകത്ത് പക്ഷേ ഡിഫറൻസിയേഷൻ അത്യാവശ്യമുണ്ട്. ഈ പഞ്ച് കണ്ടാൽ നമുക്ക് നെക്സോൺ പോലെ ഒന്നും തോന്നില്ല. പക്ഷേ എന്തായാലും ഒരു ഫേസ് ലിഫ്റ്റ് അല്ലേ, അപ്പോൾ പിന്നെ ഇതിനകത്ത് കുറച്ചെങ്കിലും വ്യത്യാസം കൊടുക്കണ്ടേ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. ഏതായാലും ഇപ്പോൾ ഉള്ള പഞ്ചിൽ നമുക്ക് സാധാരണ ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഒക്കെയാണ് വരുന്നത്. അതൊക്കെ എന്തായാലും മാറും. ഇപ്പോൾ അൾട്രോസ് ഫേസ് ലിഫ്റ്റ് ഇറക്കിയപ്പം അതിൻ്റെ അകത്ത് നമുക്ക് LED പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഫോഗ് ലാമ്പും ഒക്കെ കിട്ടിയായിരുന്നു. തീർച്ചയായും പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റിൽ അതൊക്കെ അവർ ആഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ ഒരു നോർമൽ അഡീഷനാണ് ഇപ്പോഴത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്നത്. അത്രയൊക്കെ നമുക്ക് സത്യത്തിൽ ഇതിൻ്റെ അകത്ത് വ്യത്യാസങ്ങളായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളതായിട്ട് തോന്നുന്നത് ഓർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന
എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ മെക്കാനിക്കലി വണ്ടിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ കിട്ടുന്ന സെയിം 1.2 ലിറ്റർ റെവോട്ടൺ പെട്രോൾ എഞ്ചിൻ തന്നെയായിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. 86 PS പവറും അതുപോലെ 115 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ ഓർ 5 സ്പീഡ് MT ഓട്ടോമാറ്റിക്കിലാണ് കിട്ടുന്നത്. ICNG ടെക്നോളജിയിലും ഈ വണ്ടി വരുന്നുണ്ട്. അതായത് ഡ്യുവൽ സിലിണ്ടർ ഒക്കെയാണ് വരുന്നത്. അതൊക്കെ കുറച്ച് കാലം തൊട്ട് മുന്നേ ഉള്ളതാണ്. പിന്നെ ഇതൊക്കെയാണ് മെക്കാനിക്കലി, അതായത് സെയിം ഓൾഡ് സ്ലോ കാർ തന്നെയാണ്. അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളതൊന്നും ഇല്ല ഇതിൽ. ടർബോ പെട്രോൾ എഞ്ചിനും അവരെന്തായാലും ഇപ്പോൾ ഈ അപ്ഡേറ്റിൽ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ന്യൂസൊന്നും വന്നിട്ടില്ല. അൾട്രോസിൽ തന്നെ അവരിപ്പോൾ ടർബോ കൊടുക്കുന്നില്ല. അത് റേസർ മോഡൽ ഇറക്കി, അത് ഫ്ലോപ്പായി. ആദ്യം തന്നെ റൈറ്റ് ടർബോ ഇറക്കി, അതും ഫ്ലോപ്പായിരുന്നു. ഇനിയിപ്പോൾ പഞ്ചിൽ വെറുതെ ടർബോ കൊടുത്ത് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അവർ കൊടുക്കാതിരുന്നത്. ഡീസലും പഞ്ചിലും അവൈലബിൾ അല്ല, അത് അൾട്രോസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അവർ ടർബോ പെട്രോൾ കൊടുത്തില്ലെങ്കിലും ഡീസലെങ്കിലും കൊടുക്കായിരുന്നു. കാരണം അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിന് എക്കോണമിയൊക്കെ വേണമെന്നുണ്ട്. അതുപോലെ അത്യാവശ്യം പെട്രോൾ വണ്ടിക്ക് പവറില്ല, പക്ഷേ ഡീസലിന് അത്യാവശ്യം പവർ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ എനിവേ ഇതുവരെ അവർ ഡീസലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ ഈ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവും. ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും ലോഞ്ച് ആവുമെന്നാണ് പറയുന്നത്. എന്തായാലും ഗൈസ്, ഈ വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗും കൂടെ ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.